ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാസ്റ്റർ വിനോദ് ചാക്കോയുമായുള്ള ദൈവരാജ്യ സംഭാഷണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പുത്രത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംഭാഷണം നടത്തിയത്. ആ വിഷയം സംബന്ധിച്ച് ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. കാര്യമായ ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ സെഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു എപ്പിസോഡ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് പാസ്റ്റർ വിനോദ് ചാക്കോ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായി ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ വിഷയങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായിട്ട് അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങളുടെ സംശയങ്ങൾ, ചോദ്യങ്ങൾ മേ ബി ഇനി ആ ഒരു വിഷയം തന്നെ അല്ല, ഇതോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം അതിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് പറയാവുന്ന ആൻസറുകൾ അദ്ദേഹം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചോദിച്ചും പറഞ്ഞും മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരമാണ് ഈ സംഭാഷണത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം പുത്രൻ്റെ വിശ്വാസം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മളെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ആയി പറയുന്നത് വിശ്വാസികൾ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുത്രൻ എന്നുള്ള നിലയിൽ നമ്മളുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതാണ്. വിശദമായ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ വിനോദ് പാസ്റ്റർ പറയും. പാസ്റ്റർ സ്വാഗതം. ദൈവരാജ്യ സംഭാഷണങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടെ ചെന്നാലും ആളുകൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പോൾ അധികം അങ്ങനെ ഈ പുറത്ത് പണ്ടൊക്കെ നേരത്തെ ധാരാളം യാത്ര ചെയ്യുന്ന ആളായിരുന്നു. ധാരാളം മീറ്റിങ്ങുകളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു, ആളുകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടും. എന്നാൽ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്, സാധിക്കാത്തത് നമ്മൾ ഈ കണ്ടന്റ് ഉണ്ടാക്കുക കാര്യങ്ങൾ അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരുന്നത് കൊണ്ട് യാത്രകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലയിടത്തൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നു, അത്യാവശ്യം ചില മീറ്റിങ്ങുകളിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടു. കാണുന്നവരെല്ലാം എന്ത് ചെയ്യുകയാണ്, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വണ്ടറായിട്ട് തോന്നി. നല്ലതാണ്. ഇപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ കുറെ ശ്രദ്ധിക്കുന്നുണ്ട്, പലരും ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഏറ്റവും നല്ലതാണ്. അതായത് നമുക്ക് സംസാരിക്കേണ്ടത് ആ വിഷയമാണ്. അത് ആ ഒറ്റ വിഷയമേ സംസാരിക്കാനുള്ളൂ. നമുക്ക് മനസ്സിലായി. ഈ ഫോണിലും ഒക്കെയുള്ള ഒത്തിരി നല്ല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആളുകൾ വളരെ സന്തോഷത്തോടു കൂടെ ഈ കാര്യങ്ങൾ അവരതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിലെ കുറേ ആളുകളുടെയെങ്കിലും ത്രോട്ട് പ്രോസസ്സിനെ നമുക്കൊന്ന് ടച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, എനിവേ ഇന്നെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് പുത്രത്വത്തിൻ്റെ സൺഷിപ്പാണെന്നത്. അതിൻ്റെ നമ്മൾ കണ്ടു വളരണമെന്നുള്ളത്, സൺഷിപ്പ് വളരണമെന്ന് കണ്ടു. ഈ നമ്മളെ തന്നെ നമ്മൾ വിളിക്കുന്നത് വിശ്വാസികൾ എന്നുള്ളതാണ്. അതെ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയത്തില്ല, പൂർവ്വപിതാക്കന്മാരുടെ അത്ര ഹിസ്റ്ററി എനിക്കറിയത്തില്ല. അല്ല, വിശ്വാസികൾ എന്ന് പറയുമ്പോഴേ അത് നമ്മുടെ മാത്രം ഒരു ഐഡൻറ്റിറ്റി ഒന്നും അല്ല. സത്യത്തിൽ എല്ലാ വിഭാഗം ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വിശ്വാസികൾ എന്നുള്ള നിലയിലല്ലേ ഇപ്പം അറിയപ്പെടുന്നത്. ഓക്കെ, അതൊന്ന്. രണ്ടാമത് നമ്മളെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ രക്ഷയുടെ ഒക്കെ അടിസ്ഥാനം വിശ്വാസത്തിലല്ലേ. വിശ്വസിച്ച് ഏറ്റുപറയുന്നതുകൊണ്ടല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ദൈവവേദലാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ, അല്ലേ? അല്ലാത്ത നമ്മുടെ മറ്റു പ്രവൃത്തികൾ കൊണ്ടല്ലല്ലോ. അത് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ റോമലേഖനത്തിൽ പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അത് എനിക്ക് തോന്നുന്നത് അത് പഴയ നിയമത്തിലെ ഒരു കോട്ട അല്ലേ, കോട്ടാണ്. ഒബദ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു കോട്ടാണ് സംഭവം. ബട്ട് വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം നിന്റെ വിശ്വാസം എന്ന് പറയുന്നത് നിന്റെ ലൈവ്ലിഹുഡാണ്. വിശ്വാസമാണ് എൻ്റെ എല്ലാം. ഞാൻ കഴിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം
ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ. കാരണം ഈ ഭൂമിയിൽ ഉള്ള ഒരാൾ, നമ്മൾ പലപ്പോഴും പ്രസംഗം കേട്ടിട്ടുണ്ട്, വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. ഇപ്പം ഈ ഭൂമിയിലുള്ള ഒരാൾ ഒരു വീട് പണിയണമെങ്കിൽ അവൻ വിശ്വാസത്താലല്ല പോകുന്നത്, അവൻ കാഴ്ചയിലാണ് പോകുന്നത്. വിശ്വാസമില്ലാതെ ഈ കാഴ്ച നടക്കത്തില്ല. വീട് പണിയാമെന്നുള്ള അവന് ഉറപ്പ് കിട്ടണമെങ്കിൽ അവൻ്റെ കാഴ്ചയിൽ എന്ത് കിട്ടണം? കണ്ണിൻ്റെ മുൻപിൽ എന്നാ കാണണം? ഈ ഭൂമിയുണ്ട്. അല്ല, ഈ ലോകത്തിലെ ഒരാൾ, ലൗകികമായി ഈ പറഞ്ഞ വേൾഡിൽ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാൾ, അവനൊരു വീട് പണിയണമെങ്കിൽ അവൻ്റെ കൺമുൻപിൽ എന്നാ കണ്ടാലേ വീട് പണിയാൻ തുടങ്ങത്തുള്ളൂ? അതിനുള്ള പണം, പ്രൊവിഷൻ എല്ലാം ഉണ്ടായിരിക്കണം അല്ലേ? പണം ഉണ്ടെങ്കിൽ ഉറപ്പ്, ആ പണം എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിലേ അടുത്ത സ്റ്റെപ്പ് വെക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് കാഴ്ചയാൽ ഉള്ള നടപ്പാണ്, കണ്ണുകൊണ്ട്. അപ്പം കാഴ്ചയാൽ അവൻ പണം ഉറപ്പുള്ളത് കൊണ്ടാണ് കാണാത്ത ഒരു കാര്യത്തിന് അവന് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. അതെ അല്ലേ? അതെ. പക്ഷെ ഇവിടെ നമ്മളോടും പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നതോ കാണാത്ത കാര്യത്തിനുള്ള ഒരു ഉറപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ഒന്നും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പം ഈ ലോകത്തെ ഒരാൾക്ക് കാണുന്ന കാര്യങ്ങളുടെ ഉറപ്പിലാണ് കാണാത്ത കാര്യം ചെയ്യാൻ പോകുന്നത്, അല്ലേ? നമ്മളും കാണാത്ത കാര്യം ഏതാണ്ടിൻ്റെ ഉറപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് നിങ്ങളുടെ ഉറപ്പ്? അതാണ് ചോദിച്ചത്. അങ്ങേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കണ്ണിൽ കണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു പൈസയുണ്ട് ഉറക്കാനായിട്ട്. നിങ്ങളുടെ ഉറപ്പ് എന്താണ്? വിശ്വാസിയുടെ ഉറപ്പ് എന്താണ്? ദൈവത്തിൻ്റെ വാക്കിലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിലാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിലാണ്. എഴുതപ്പെട്ട വചനം, അത് ലോഗോസ് ആയിരിക്കരുത്, റേമയായിരിക്കണം. ലോഗോസ് ആയിരിക്കരുത്. അതിൻ്റെ വ്യത്യാസം ഒന്ന് പറഞ്ഞേക്ക്. ചിലപ്പോൾ ചില പ്രേക്ഷകർക്ക് പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ഈ റേമയും ലോഗോസും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഗൾഫിലേക്ക് പോയി. ഞാൻ ദുബായിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അവിടെ എനിക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 4-ാമത്തെ മാസമാണ്. ഓഗസ്റ്റ് ജീവിതത്തിന്റെ ആരംഭം. വേറെ കേരളത്തിൽ സ്ഥാനപ്പെട്ടതേ ഉള്ളൂ. ഓഗസ്റ്റ് സ്ഥാനപ്പെട്ടു, ഡിസംബർ ഞാൻ ദുബായിക്ക് പോവാം. ശരിക്കും പശ്ചാത്തലം എന്തുവായിരുന്നു? ഓർത്തഡോക്സിലെ ഭാഗത്താണ്. ഓഗസ്റ്റ് സ്ഥാനപ്പെട്ടു, ഡിസംബർ ആയപ്പോഴത്തേക്ക് ഞാൻ അബുദാബി പോയി. എങ്ങനെ പ്രാർത്ഥിക്കണം ആകെ 3-4 മാസം ചർച്ചിൽ പോയിട്ടുള്ളൂ. പെന്തക്കോസ്റ്റൽ ചർച്ചുമായിട്ട് കണക്ഷൻ എനിക്ക് ആകെ 4 മാസത്തെ പരിപാടിയേ ഉള്ളൂ ഇന്ത്യയിലേക്ക്, കേരളത്തിലുള്ളത്. പിന്നെ ഈ പറഞ്ഞ അവിടെ പോയി ഇവിടത്തെക്കാട്ടിൽ ശമ്പളം തരാമെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയത്. അവിടെ പോയപ്പോൾ ശമ്പളമില്ല, ജോലിയില്ല, ഒരു പരിപാടിയില്ല, കഴിക്കാൻ ആഹാരം, വെള്ളമില്ല, കുടിക്കാനില്ല, ഒന്നുമില്ല. കൊണ്ടുപോയി ഒരു അപ്പാർട്ട്മെൻറ്റ് വിട്ടു, പരിപാടി കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ ആകെ കരയാനേ അറിയത്തുള്ളൂ. കാരണം വീട്ടിൽ ചിലവ് കൊടുക്കണം, വീട്ടിൽ അമ്മച്ചിയുണ്ട്, മമ്മിയുണ്ട്, അനിയും പഠിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. വലിയ പ്രതീക്ഷയിൽ. പിന്നെ ഇവിടെ കടം കൊടുക്കേണ്ട അടുത്ത് എറണാകുളത്തെ പാസ്റ്ററിനെ നിർത്തിയിട്ട് പോയിരിക്കുന്നത്. ഈ പുള്ളി ഗ്യാരണ്ടി നമ്മൾ ദുബായിൽ പോവാണ്, കിട്ടുമല്ലോ, ഉറപ്പല്ലേ, പാസ്റ്ററിന് ഉറപ്പല്ലേ. അപ്പോൾ പാസ്റ്ററിനെ പാവം നിർത്തിയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. ഇത് ഞായറാഴ്ച ആകുമ്പോൾ ഇവന്മാർ വരും, തപ്പി പിടിച്ച് കറക്റ്റ്. പാസ്റ്ററുടെ ഒരു ബുദ്ധിമുട്ടാലോ, പാവം. എന്നെ ഫോൺ വിളിച്ചാലോ ഒന്നും കറിയില്ല, ഫോൺ നമ്പർ ഒന്നുമില്ല, എവിടെ പോയെന്ന് പോലും ഒരു പരിപാടിയില്ല, എത്തിപ്പിടിയില്ല, മുങ്ങി ആ ഒരു പേരുള്ളൂ. അപ്പം ഞാൻ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ ഒരു ഇത് കാണുക, യെരമ്യ 29:10 വായിക്കാൻ പറഞ്ഞു. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ബൈബിൾ വായനയാണ്. കംപ്ലീറ്റ് ഒരു 7 മാസം കൊണ്ട് ഞാനൊരു
6 പ്രാവശ്യമെങ്കിലും വായിച്ച് തീർത്തിട്ടുണ്ട്. 6-7 വട്ടമെങ്കിലും ബൈബിൾ ഇങ്ങനെ വായിച്ച് തീർത്തു. ഇപ്പം ഇങ്ങനെ എഴുതി കാണിക്കും. എനിക്ക് യെരമ്യ എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല, ബൈബിളുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. ഓർത്തഡോക്സ് ആണെങ്കിലും പ്രാർത്ഥനയോ ഒന്നും ഇല്ലാത്തവർക്ക് യെരമ്യാത്തപ്പം 20 ഇന്നും ഞാൻ ജീവിക്കുന്നത് ആ എഴുതപ്പെട്ട ശബ്ദമാണ്. അവിടെ എഴുതിയിരുന്നത് ഒരു വാക്കാണ്, നിന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. എടാ, എന്നെക്കുറിച്ച് ഒരാൾ നിരൂപിക്കാനുണ്ടോ? എന്നെക്കുറിച്ച് ഈ സ്ഥിതിയിൽ ഇനി എന്ത് നിരൂപണമാണ് എന്നെക്കുറിച്ചുള്ളത്? പരിപാടി മൊത്തം പോയി, ഒരു ജോലിയില്ല, പാസ്പോർട്ടില്ല, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, വീട്ടിൽ പോയ അവന്മാർ പിടിച്ചുകൊണ്ട് പോകും, വീട്ടിലോട്ട് പൈസ കൊടുക്കാനില്ല. ആത്മഹത്യയുടെ വക്കില് ആത്മഹത്യയൊക്കെ 100 വട്ടം ചെയ്തു കഴിഞ്ഞു. പിന്നെ തിരിച്ച് ഗൾഫിൽ ആത്മഹത്യ ചെയ്ത് നാണക്കേടാണല്ലോ എന്ന് വെച്ച് പിന്നെ ഈ ദൈവം ഉണ്ടോ എന്ന് പോലും പലവട്ടം ചോദിച്ചു കഴിഞ്ഞു. കാരണം ഇവിടെ ഞാൻ സ്ഥാനപ്പെട്ടപ്പോഴത്തേന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഇറക്കി ഏരിയയെ വന്നേക്കല്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അത്രയും റിസ്ക് എടുത്താണ് നമ്മൾ സ്ഥാനപ്പെട്ട കർത്താവിലേക്കൊക്കെ വരുന്നത്. എന്നിട്ട് ദൈവം ഇവിടെ ഓബദ്യാവ് ഇത് തന്നെയാണ് ചോദിച്ചത് അല്ലേ? ഈ ഓബദ്യാവിന്റെ പുസ്തകം ഞാനിങ്ങനെ വായിക്കുമ്പോഴേ വളരെ രസകരമാണ്. കാരണം ഈ മറ്റു പ്രവാചകന്മാരെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഓബദ്യാവ് വരുന്നത്, ഓബദ്യാവ് ദൈവത്തോട് ഇങ്ങനെ ചോദ്യങ്ങൾ പുറകെ, ഈ ദുഷ്ടന്മാരെല്ലാം ഇത് ചെയ്യുന്നു, നീതിമാൻ ഒരു ഗതിയില്ല, എന്ത് സംഭവിക്കും, ചോദ്യങ്ങളാണ്. ബൈബിൾ വായിക്കുന്നതല്ല, അതിൻ്റെ അകത്തുനിന്ന് ദൈവം നമ്മളോട് സംസാരിക്കണം. ഇന്നും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കേടുപാടുകളോ പ്രശ്നങ്ങളോ വന്നാൽ ആ വചനം എന്നെ എഴുന്നേൽപ്പിക്കും. ഇത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക്. ഇന്നും ഞാൻ ജീവിക്കുന്നത് ആ ഒറ്റ വചനത്തിലാണ്. അപ്പം റേമ എന്ന് പറയുന്നതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ. ലോഗോസ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് പഠിക്കാം, നോളജ്, ലോഗോസ് എന്ന് പറഞ്ഞ സാധനം. ബട്ട് റേമ ആയിട്ട് വരുമ്പോഴാണ് ജീവനാകുന്നത്. സെയിം വചനം തന്നെയാണ്, പക്ഷെ അത് റേമയായിട്ട് പരിവർത്തനം ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത്, ടുഡേ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന് റേമയും വേണ്ട. കാരണം ജീവിക്കുന്ന ദൈവമാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇതിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരണം. നമ്മൾ സാധാരണ രാവിലെ 5 മണി തൊട്ട് 10 മണി അല്ലെങ്കിൽ 7 മണി വരെയാണ് പരിശുദ്ധാത്മാവുമായിട്ട് കോൺവെർസേഷൻ വേണമെന്നിരിക്കുന്നത്. നോർമലി ഒരു ഹോളി സ്പിരിറ്റിന് ആ സമയത്ത് നമ്മളെ 5 മണി തൊട്ട് 6 മണി വരെ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെല്ലാം അങ്ങോട്ടാണ് വചനം വായിക്കുമ്പോൾ എല്ലാം നമ്മൾ അങ്ങോട്ടാണ് കോൺവേഴ്സ് ചെയ്യുന്നത്. ഇങ്ങോട്ടൊരു കോൺവെർസേഷൻ കേൾക്കാൻ നമുക്ക് സമയമില്ല. ഓൾ ഇന്ത്യ റേഡിയോ പോലെ അങ്ങോട്ട് എല്ലാം പറയുക നമ്മൾ ബട്ട് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങോട്ടാണ് പറയാനുള്ളത്. ഹോളി സ്പിരിറ്റിന് കാരണം അവൻ നമ്മുടെ ഗൈഡാണ്, അവൻ നമ്മളെ നടത്താനുള്ളതാണ്. അപ്പം നമ്മൾ സാറിന് ഇപ്പം ഒരു പാലസിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൈഡ് ചുമ്മാ നിൽക്കത്തേ ഉള്ളൂ. കാരണം എവിടെ അറിയാൻ മേലാത്തവനെ പോലെ നിന്നാലേ ഗൈഡ് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എനിക്കെല്ലാം അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഗൈഡിനൊന്നും പറയാൻ കാണത്തില്ല. അതൊരു കാര്യമാണ്, എനിക്കൊന്നും പറയാൻ. അപ്പം മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിനെ രാവിലെ 5 മണി തൊട്ട് 7 മണി വരെ, പിന്നെ രാത്രി 9:30 കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു കുരിശൊക്കെ ആമീൻ പറഞ്ഞ് കിടക്കുമ്പോഴത്തേക്കിന് പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ബന്ധമുള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മുടെ ബുദ്ധിക്കനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അത് പറഞ്ഞായിരുന്നു, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഗൈഡൻസിന്റെ കാര്യവും സംസാരത്തിന്റെ കാര്യവും പറഞ്ഞു. ഇത് 100 വട്ടം പറഞ്ഞാലേ നമ്മുടെ ഉള്ളിലേക്ക്, കാരണം 7 മണി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ പൈലറ്റ് ആകുക. അത് ഏത് ഭക്തനാണെങ്കിലും 7 മണി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടിട്ട് അവൻ്റെ ബുദ്ധിയെല്ലാം കയറുക. പിന്നെ സൈക്കിൾ ഓട്ടിയ സൈക്കിളിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കർത്താവേന്ന് ബട്ട് ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു എന്താ പറയുന്നത് ട്യൂണിങ്, നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറാണ് ഓട്ടോ പൈലറ്റിംഗ് എന്ന സാധനം. കാരണം ബുദ്ധിയിലോട്ട് സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു നേച്ചറാണ് സാധനം.
അതാണ് ഏറ്റവും വലിയൊരു അപകടമില്ലെങ്കിൽ കേഴ്സ് എന്ന് തന്നെ പറയാം. മനുഷ്യൻ്റെ കേഴ്സ് എന്ന് പറയുന്നത് തന്നെ പറയാം. ഈ പറഞ്ഞ സ്വിച്ച്, ഈ പഴയ നിയമത്തിൽ 30 ലക്ഷം പേര് വന്നു. അതിൽ 2 പേർക്ക് മാത്രമേ കനാൻ നാട്ടിലെത്താൻ പറ്റുള്ളൂ. അവർ 2 പേർക്ക് മാത്രമേ ഈ പഴയതിലോട്ട് സ്വിച്ച് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 2 പേർക്ക് മാത്രമേ പ്രസന്റിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ അത് ഇവരെല്ലാം പഴയത് നല്ലതായിരുന്നു. അവിടുത്തെ ചിറ്റുള്ളി അവർക്ക് അടിമത്വം പ്രശ്നമല്ലായിരുന്നു അവർക്ക്. ഓക്കെ, അവരതിനോട് അങ്ങ് ഒരുമിപ്പിച്ച് അക്വൈൻ്റ് ആയിപ്പോയവർ, ഒന്നായിപ്പോയവർ. അടിമത്വം അവർക്ക് വിഷയമുള്ള കാര്യങ്ങളായിരുന്നു. അവർക്ക് അവിടുത്തെ ട്യൂൺ ചെയ്യപ്പെട്ട മീനും മാംസവും ശമ്പളവും ഒക്കെയാണ് അവരുടെ. ഈജിപ്ത് ഒരു കംഫർട്ട് സോണായി അവർക്ക്. ഇന്നത് ആർക്കാ അല്ലാത്തത്? അതൊരു കാര്യമാണ്. ഈജിപ്തിൽ അവർ എന്താ ചെയ്തത്? ഇവനെ അടിമയാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. എന്ത് പണിയെടുപ്പിച്ചു? കട്ട ഇഷ്ടിക ചൂള, അല്ല അവരെ കൊണ്ട് പിരമിഡ് ഉണ്ടാക്കിപ്പിച്ചു, അല്ലെങ്കിൽ ചൂളയിൽ പണിയെടുപ്പിച്ചു. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇഷ്ടിക നിർമ്മാണം. 10 പേർക്ക് ഒരു യജമാനനെ വെച്ചു. മനസ്സിലല്ലേ? 10 പേർക്ക് ഒരു മാസ്റ്ററിനെ വെച്ചിട്ട് ഇവൻ ചെയ്യുന്നത് മണ്ണ് കുഴയ്ക്കുന്നതാണെങ്കിൽ ഇവൻ മണ്ണ് മാത്രമേ കുഴയ്ക്കാവുള്ളൂ. അത് ഒറ്റ ജോലിയെ പറ്റത്തുള്ളൂ. ചൈന ചെരുപ്പ് ഉണ്ടാക്കുന്ന പോലെ. ചൈനയിലല്ല, ഈ ലോകത്തിലും അതേ ചെയ്യത്തുള്ളൂ. ശരിയാ. ഇന്നത്തെ ഐ ടി ഇൻഡസ്ട്രി എന്താ? 10 പേർക്ക് ഒരു യജമാനനെ വെച്ചോണ്ട് ഇവൻ ഈ ഫോണും വെച്ചോണ്ടിരിക്കുവാണ്. ചോദിക്കുന്നത് കറക്റ്റ് ഉത്തരം പറഞ്ഞോണം. അത് മാത്രം ചെയ്താൽ പണിയൊന്നും അപ്പുറവും വേണ്ട ഇപ്പുറവും വേണ്ട. അപ്പുറം ചെയ്യരുത്. ഇതാകുന്ന ഈ ചെയ്യുന്നതുകൊണ്ട് എന്താ ചെയ്യാൻ അവർക്ക് ആകാൻ പോകുന്നത് എന്തുവാണ്? ഇവൻ ലൈഫിൽ വേറൊന്നും ചെയ്യാനുള്ള ധൈര്യം പോവുക. ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇവർ കയറുക. അതിനാ അടിമത്വം എന്ന് പറയുന്ന സാധനം. മനസ്സിലായി. വേറെ അടിമത്വം എന്ന് പറയുന്നത് ഒരു പിശാചും ഇല്ല അവിടെ. ഇവർക്ക് വേറൊന്നും ആഗ്രഹിക്കാൻ പോലും പറ്റത്തില്ല ഒരു അവസ്ഥയിലേക്ക് ഇവൻ പോവുകയാണ്. ഇവനെ കയറ്റുവാണ്. അവന് ഇന്നും അതാണ്. 10 പേർക്കുള്ള മാസ്റ്ററാണ് ഇന്നത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏത് MNC കമ്പനി എടുത്തു, സെയിം സിസ്റ്റമാണ്. ബ്രിക്ക് ഉണ്ടാക്കുന്ന, മണ്ണ് കുഴിക്കുന്നവർ മണ്ണ് കുഴിച്ചോണം, പുല്ല് കുഴിക്കുന്ന അതും പുല്ല് കുറച്ചേ കൊടുക്കത്തുള്ളൂ. ഇന്നോർത്ത് നോക്കി ടാർഗറ്റ് ഇടുന്ന കണ്ട പേടിച്ചു. ഇനിയൊരു കാര്യം, ഈ മാസത്തെ ടാർഗറ്റ് 10 ലക്ഷമാണ്, അടുത്ത മാസത്തെ ടാർഗറ്റ് 20 ലക്ഷം. ഈ പറഞ്ഞ 10 എണ്ണം കൊണ്ട് 10 ലക്ഷത്തെ ആകുമ്പോൾ 20 ലക്ഷം ആക്കും. ഒരിക്കലും ടാർഗറ്റ് കുറച്ചിട്ടില്ല. അവർ വെച്ച ടാർഗറ്റ് കുറച്ചിട്ടില്ല. ഇവന്മാരും ചാറൂറ്റണ്ട. ഈ 10 എണ്ണത്തിൻ്റെ തലയ്ക്കകത്തോട്ട് ഈ 10 ഉള്ളത് 20 ആക്കിയാൽ അത് 20 ആക്കി തരുവര്. അവന്മാരതാ ചെയ്തത്. എണ്ണം കൂട്ടാൻ പറഞ്ഞു. എണ്ണം കൂട്ടിക്കോ, തരുന്ന പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ എല്ലാം കറക്റ്റ് സെയിം. അത് കുറയ്ക്കേ ചെയ്യത്തുള്ളൂ. എണ്ണം കൂട്ടിക്കണം. അവർ കൂട്ടി തന്നു. എന്നിട്ടും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അവർ ഹാപ്പി ആയിരുന്നു. അവരതിനകത്ത് കംഫർട്ട് സോണിൽ. അതിൻ്റെ അകത്ത് ഇവർ നിലവിളിച്ചു എന്നൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ സാറേ. ഈ നിലവിളി കേട്ടു ഇവർ ഈ പറഞ്ഞ കഷ്ടപ്പാടാണ് അവരുടെ നിലവിളി വന്നത്. അടിമത്വത്വം കൊണ്ടുള്ള അവർ നിലവിളിച്ചത്. അവർക്ക് ഇച്ചിരി കൂടെ ഒരു കംഫർട്ട്, കുറച്ചുകൂടെ അതൊരു ഈസി ആക്കിയിരുന്നെങ്കിൽ അവർ എത്ര കാലം വേണേലും ഇത് തന്നെ അവിടെ ആറാമായിട്ട് ഇരുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഇപ്പം അമേരിക്കയിലോ ഗൾഫിലോ ഒരാൾക്ക് ഇവിടെ വന്ന് ധൈര്യം ഇല്ലാത്തത്? അവന് അവിടെ കിട്ടുന്ന സാലറി ഇവിടെ കിട്ടുന്നില്ല. വന്നാൽ എന്ത് ചെയ്യും? ഒരു വലിയ പ്രശ്നമാണ്. കാരണം 10 വർഷം 20 വർഷം ആ ചെയ്ത ഇങ്ങനെ തിരിക്കുന്ന ജോലി മാത്രമേ പുള്ളിക്ക് അറിയത്തുള്ളൂ. അതെ, വേറെ ഒന്നും പുള്ളിക്ക് അറിയത്തില്ല. അത് ചെയ്ത് പുള്ളിക്ക് ശമ്പളം കറക്റ്റ്. ഒരു തമാശ അല്ല. എൻ്റെ ഒരു സ്നേഹിതൻ, മാധ്യമരംഗത്തുള്ളൊരു സ്നേഹിതൻ, കുറച്ചു കാലം UK പോയി. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ വൈഫിൻ്റെ കൂടെ പുള്ളി UK പോയതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, പുള്ളിക്ക് അവിടെ ഒരു ചെറിയ ജോലി കിട്ടി. ആ ജോലി എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ജോലിയാണ്. ആ കമ്പനിയിലാണ് ജോലി. പുള്ളിയുടെ ജോലി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹുക്ക്
ഫിറ്റ് ചെയ്യുന്നത് മാത്രമാണ്. ഇത് മാത്രം ചെയ്താൽ മതി. ഞാൻ ഇതിനോട് ചേർത്ത് അല്ല, ഈ ഗാർമെന്റ്സിൽ ഈ കോളർ മാത്രം അടിക്കുക. 10 വർഷം ഇനി ഇത് അടിച്ചാൽ എന്തായി മാറും? അവന് വേറൊന്നും അറിയത്തില്ല, വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും. ഇതിനാണ് അടിമത്വം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും, പക്ഷെ അവർക്ക് ഈ അടിമത്വത്തെക്കുറിച്ച് ഭയമില്ലായിരുന്നു. അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് കഷ്ടപ്പാടാണ്. അതുകൊണ്ട് കഷ്ടപ്പാടിൽ നിന്ന് അവർക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് റിലീഫ് കിട്ടിയെങ്കിലും അവർക്ക് തിരിച്ച കഷ്ടപ്പാട് അവർക്ക് ഒരിക്കലും അവർക്ക് ഇത് തിരിച്ച് അതിലോട്ട് പോകാനാണ്. അവരുടെ മേലുള്ള അടിമത്വത്തെ മാറ്റി എന്നുള്ളവർ ചിന്തയില്ല. ഇന്നും നമ്മുടെ ചർച്ചിന് വന്നിട്ടുള്ള പ്രശ്നം അതാണ്. നിങ്ങൾ വന്നത് അടിമത്വത്തിൽ നിന്ന് മാറി അടിമത്വത്തിൽ നിങ്ങളെ മാറ്റി എന്നുള്ളൊരു വിഷയം നമുക്ക് തലക്കകത്ത് പോയിട്ടില്ല. നമ്മളിപ്പോഴും ആ പഴയ ഹാങ് ഓവറിൽ കിടക്കുക. നമുക്കിവിടെ വന്നപ്പോൾ എന്തായോ, നമുക്ക് വീട് കിട്ടി, നമുക്ക് എന്താ പറഞ്ഞത്, ബൈക്ക് ഉണ്ടായിരുന്നത് കാറായി. പക്ഷേ ബൈക്ക് ഉണ്ടായത് കാറായപ്പോഴത്തേക്കിന് സമാധാനം പോയി, സന്തോഷം പോയി, പിള്ളേർ കിട്ടിയ കൈ പോലെ കിട്ടിയില്ല, അവർ തോന്നിയതുപോലെ പോയി, കല്യാണം കഴിച്ചു, അതിൽ പ്രശ്നമായി. വീട് കിട്ടി, ബസ് കിട്ടി, കാറ് കിട്ടിയാലും ഇപ്പോഴും എന്ത് കിട്ടിയിട്ടില്ല? സമാധാനം കിട്ടിയിട്ടില്ല, സന്തോഷമില്ല. ചർച്ചിൻ്റെ അകത്ത് വരുന്നതാണ് ചർച്ച്. പക്ഷേ ദൈവരാജ്യം എന്ന് പറയുന്ന സംഭവം വീട് കിട്ടുന്നതും കാറ് കിട്ടുന്നതും അല്ല. പക്ഷെ അത് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ ചർച്ചിൽ വന്നിരുന്ന് കൈകൊട്ടുന്നു, പാടുന്നു, അന്യഭാഷ പറയുന്നു, 2-3 മണിക്കൂർ വേറൊരു തലത്തിലിരുന്നേച്ച് നമ്മളെ തിരിച്ചെന്ത് ചെയ്യാണ്, പോവുകയാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പം അത് വിഷമമായ കട്ട് ചെയ്തോണം. പരിശുദ്ധാത്മാവുമായിട്ട് സംസാരിക്കാൻ അറിയാമേലാത്തവനാണ് ഈ പാട്ട് കുർബാനയായിട്ട് നടക്കുന്നത്. കട്ട് ചെയ്തേക്കണേ. ഈ പറഞ്ഞതും കൂടി ഇട്ടേക്കാം, കട്ട് ചെയ്തേക്കണേന്ന് പറഞ്ഞതും കൂടി ഇട്ടേക്കാം. പരിശുദ്ധാത്മാവുമായിട്ട് സംസാരിച്ച് നടന്നാൽ എന്തിനാണ് ഈ പാട്ട് കുർബാന? എന്തോ പ്രസൻസ്, എന്തോ ഇത്, അവൻ്റെ സാന്നിധ്യം പറയും. എന്നാ സാന്നിധ്യമാണ് ഇതൊന്നും ഇടല്ലേ സാറേ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ പണി നഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പണി നഷ്ടപ്പെടുമെന്നുള്ള ഒറ്റ വിഷയത്തിലാണ് ഈ പാട്ട് കുർബാനകളും ഈ പറഞ്ഞ. ഞാൻ എൻ്റെ സഭയിൽ മുന്നിൽ പോയി നിൽക്കാനുള്ള എന്താ പറയുക ഗട്ട്സ് എനിക്കില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും പുറകിൽ നിന്നിട്ട് ഞാൻ ദൈവത്തോട്, കർത്താവേ, ഇത് വല്ലതും നിൻ്റെ പ്ലാനിലുള്ള പരിപാടിയാണ്. വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുറകിലേ ഞാൻ ഇരിക്കത്തുള്ളൂ. ലാസ്റ്റ് പ്രസംഗിക്കാറാകുമ്പോൾ വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ പുറകിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ഇതിപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ ഇവറ്റകളെല്ലാം കൂടെ വേറെ ഏതെങ്കിലും ചർച്ചയിൽ കയറിപ്പോവും. നമ്മൾ രണ്ടിനാലും വലയുക. ഞാൻ പറയുന്നത് ഇത് ദൈവത്താലുള്ള വല്ലതും പദ്ധതിയാണോ? സാറിന് ആ ബോധ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്? പക്ഷേ നടത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ല, ഇത്രയും പേര് പിന്നെ നാളെ ഏതെങ്കിലും ഒരുത്തൻ വിളിച്ചോണ്ട് പോയിട്ട് വല്ലാത്ത അവസ്ഥയിലായി നശിപ്പിച്ചു കളയും. മനസ്സിലായില്ലേ? നമുക്ക് അറ്റ്ലീസ്റ്റ് ദൈവരാജ്യത്തിൻ്റെ പ്രസംഗമെങ്കിലും ലാസ്റ്റ് ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ചർച്ചിൽ എൻ്റെ വിശ്വാസികൾക്ക് ഒരു പ്രെയർ റിക്വസ്റ്റ് ഇതുവരെ ഞാൻ ഫോൺ വിളിച്ച് കേട്ടിട്ടില്ല. കാരണം അവർ ജീവിക്കുന്നുണ്ട്. പ്രെയർ റിക്വസ്റ്റ് ഇല്ല അവർക്ക്. അവർ സാക്ഷി, ഇപ്പം ഏതെങ്കിലും നമ്മുടെ ചർച്ചിലെ സാക്ഷി സമയത്ത് ഞാൻ കഷ്ടമാണ് അതിനു വേണ്ടി ഞാൻ എന്തുകൊണ്ടാണ് അവർ നമ്മൾ ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ തത്വത്തിൽ അവർ ജീവിക്കാൻ പഠിച്ചു. അവരെ അങ്ങനെ പഠിപ്പിച്ചു. ഞാനൊരിക്കലും യേശു തരുമെന്നും പറഞ്ഞ് എൻ്റെ സഭയെ പ്രസംഗിക്കാറില്ല. യേശു തരുമെന്ന് പ്രസംഗിക്കാറില്ല. യേശു തരത്തില്ല അന്നെ ഞാൻ പ്രസംഗിക്കുന്നു. സാറേ, അത് നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം തിരിച്ചല്ലേ? എവിടെ അത് ബൈബിളിൽ കാണില്ല എവിടെയാണെന്നുള്ള യേശു തരുമെന്ന് പറഞ്ഞു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി അങ്ങനെയൊക്കെ ബൈബിളിൽ യേശു എപ്പം പറഞ്ഞു എന്നാ ഞാൻ ചോദിച്ചു. അത് യേശു പറഞ്ഞത് മാത്രമല്ലല്ലോ ബൈബിളിൽ, നമുക്ക് യേശു പറഞ്ഞതാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞേക്കാണ്, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. യേശു 3.5 വർഷക്കാലത്തിൽ ഒരിക്കലെങ്കിലും പറയണമായിരുന്നു ഞാൻ തരുമെന്ന്. ഇനി തരാമോ എന്ന് ചോദിച്ചവരോട് അവർ എന്നാ പറഞ്ഞു? അവരോട് പറഞ്ഞത് അത് പിന്നെ എൻ്റെ കാര്യമല്ല, ഞാനല്ല തീരുമാനിക്കുന്നത്, പിതാവ്. അല്ല, എനിക്കിനി ഫുഡ് ചാപ്പാടില്ല, വീടില്ല, തുണിയില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു വന്നവരോടും പുള്ളി എന്നാ പറഞ്ഞു?
എടാ ഒരു രാജ്യം അന്വേഷിച്ചാൽ മതി, അതോടെ ഇതെല്ലാം കിട്ടും. എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ യേശു ഒരിക്കലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ല. എന്നിട്ട് കുറ്റവും കൂടെ പറഞ്ഞു പുള്ളി, യവന്മാരെല്ലാം കൂടെ എൻ്റെ പുറകെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആഹാരം കിട്ടിയതുകൊണ്ടാണ്. ഞാൻ ഇന്നലെ അത്ഭുതം ചെയ്തു, അവർക്ക് ഇനിയും കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പം പിന്നെ പുള്ളിക്ക് തരാനുള്ള ഉദ്ദേശമുണ്ടോ? ഇല്ല. തരാനുള്ള പുള്ളിയാണെങ്കിൽ പിന്നെ ഇത് പറയേണ്ട കാര്യമുണ്ടോ? അതില്ല. ഇല്ല. അപ്പൊ ഇപ്പോഴും നമ്മൾ ഈ പുറകെ പോകുന്ന ബഹുഭൂരിപക്ഷവും ഈ ഇന്നലെ കിട്ടിയത് കൊണ്ടായി. അതായത് 100% ഓഫ് ദ ചർച്ച് ഈസ് ഫിൽഡ് വിത്ത് സ്ലേവ്സ്. കിട്ടും, എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള ഒറ്റ തോന്നലിൽ വന്നിരിക്കുന്നവരാ. എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ഓൾറെഡി കിട്ടി എന്നുള്ളൊരു വിശ്വാസം ഇവിടെ ഇല്ല. യേശുവിനെ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു കമ്മോഡിറ്റി ആക്കി വെച്ചിരിക്കുക. ഏതാണ്ട് ഇങ്ങോട്ട് കിട്ടിപ്പിക്കുന്ന ഒരു മജീഷ്യനെ ഒരു മജീഷ്യനാക്കി വെച്ചിരിക്കുക. വെരി വെരി റോങ് കൺസെപ്റ്റ് ഫ്രം ദ ബൈബിൾ. ബൈബിളിൽ ഇല്ലാത്തൊരു കൺസെപ്റ്റാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൽ ഞാനെപ്പോഴും ഈവൻ എൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല, മനസ്സിലായല്ലേ? എൻ്റെ ഭാര്യയാണ് ഏറ്റവും അടുത്ത വിശ്വാസി എന്ന് പറയുന്ന ഒരാൾ. അല്ല, നിങ്ങളിങ്ങനൊക്കെ പറഞ്ഞു എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അതല്ലേ വിഷയം. നമുക്കിത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളിത് തന്നത്. പുത്രത്വത്തിൻ്റെ ജീവിതം എന്നതാണ് നമ്മൾ ലൈഫായത്. ഈ ലൈഫിൽ നമ്മൾ എക്സ്ട്രാ എന്തോ യേശുവിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ലാസ്റ്റ് പ്രയർ. പിതാവേ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മഹാപൗരോഹിത്യ പ്രാർത്ഥന. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായി തീരണം. അതിൻ്റെ എന്തെങ്കിലും വെളിപ്പാടറിയോ? ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ എവരും നമ്മളിൽ ഒന്നാകണം. ഞാനും നീയും ഏത് രൂപത്തിലാണ് ഉള്ളത്? ആത്മാവിൻ്റെ രൂപത്തിലാണ്. ഇവരും ആത്മാവിൻ്റെ രൂപത്തിലായിട്ട് നമ്മളിൽ ഒന്നായി തീരും. ആ ഒരു ഗ്രേറ്റ് വണ്ണസ്സാണ് ബൈബിളിൻ്റെ എസൻസ് എന്ന് പറയുന്ന സാധനം. ഞാൻ എപ്പോഴൊക്കെ മനുഷ്യനാണ്, ഹ്യൂമനാണ്, ബലഹീനനാണ് ചിന്തിക്കത്തോളം കാലം വണ്ണസിലോട്ട് വരാൻ പറ്റത്തില്ല. അപ്പം ഈ വണ്ണസ് എന്ന് പറയുന്നത് സ്പിരിറ്റിലാണ് നടക്കുന്നത്, ആത്മാവിൻ്റെ മണ്ഡലത്തിലാണ് നടക്കുന്നത്. ആത്മാവാകുമ്പോഴാണ് ഈ വണ്ണസിലേക്ക് കയറുന്നത്. അപ്പം നമ്മൾ കുറേ ഡൈവേർട്ടായിപ്പോയി. നമ്മൾ ഫെയ്ത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഭൂലോകത്തിലെ ഒരു വ്യക്തി ഭൂമിയിൽ നടക്കുന്നത് കണ്ണുകൊണ്ട്, കാഴ്ചയിൽ കൊണ്ട് നടക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഫ്ലഷ് അല്ല, നമ്മൾ ഹ്യൂമൻ അല്ല, നമ്മൾ സ്പിരിറ്റാണ് കംപ്ലീറ്റ്ലി. നമുക്ക് അപ്പുറത്ത് കാണാനായിട്ട് ഒന്നുമില്ല. ഈ കാണാനുള്ള ഉറപ്പ് എന്താണ് നമുക്ക്? ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു വാക്യൂം അല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഉറപ്പാണ്. എങ്ങനെ പൈസയാണോ എനിക്ക് ഉറപ്പ്, അതുപോലെ ഇവിടെ എനിക്കൊരു ഉറപ്പ് വേണം. ഈ ഉറപ്പെന്ന് പറയുന്നതാണ് ഒന്നെങ്കിൽ അത് റേമായിരിക്കണം, അല്ല എങ്കിൽ കേൾക്കുന്നൊരു ശബ്ദമായിരിക്കണം. ദൈവം ചെയ്യും എന്ന് പറയുന്നൊരു ഫെയ്ത്ത് അല്ലത്. നമ്മളെല്ലാം ഈ ദൈവം ചെയ്യുമെന്നുള്ളൊരു ഫെയ്ത്താണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മളിത് ചെയ്തുള്ള ദൈവം ചെയ്യും, അതൊരു ഇതല്ല, അതൊരു വെറും വാക്യൂമാണ് അത് പറയുന്നത്. എൻ്റെ ഉറപ്പെന്ന് പറയുന്നത് അതാണ്. ഫെയ്ത്ത് കംസ് ത്രൂ വിശ്വാസം കേൾവിയാൽ. എന്ത് കേൾവിയാലാ? ക്രിസ്തുവിൻ്റെ വചനം, ശബ്ദം, ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ഫെയ്ത്ത് വരുന്നത് തന്നെ കേട്ട ഒരു ശബ്ദത്താലാണ്. അല്ലെങ്കിൽ ഫെയ്ത്ത് വരത്തില്ല, ഫെയ്ത്ത് ഇൻക്രീസും ആകത്തില്ല. അപ്പം പുത്രത്വം വളരണമെങ്കിൽ, പുത്രത്വത്തിൽ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫെയ്ത്തിൽ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്ന എല്ലാത്തിനും
നമുക്കൊരു അടിസ്ഥാനമായിട്ടുള്ളൊരു വചനം ഉണ്ടാകും. ഇപ്പം എനിക്ക് വീടില്ല, 25 വർഷമായി ഞാൻ സുവിശേഷകനായിട്ട് എനിക്കൊരു വീടില്ല. ഞാൻ ഒരിക്കലും ഭാരപ്പെട്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. എപ്പോഴോ ഒരിക്കൽ എൻ്റെ ഉള്ളിൽ ഒരു വീടില്ലല്ലോ എന്ന് എവിടെയോ ഒരു തോട്ട് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരു ശബ്ദമാണ്, നിൻ്റെ മകൾ കല്യാണം കഴിക്കാറാകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് അവളെ ഇറക്കും. ഇന്നെനിക്ക് വീടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫെയ്ത്ത് ഏതിൻ്റെ മേളിലാണ്? മകളുടെ കല്യാണം നടക്കുമ്പോൾ എൻ്റെ മകൾ വളർന്നാൽ മതി, എനിക്ക് വീട് വരും. അതുവരെ നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിട്ട് കാര്യം ആലോചിക്കുകയും വേണ്ട, ചോദിക്കുകയും വേണ്ട, ചിന്തിക്കുകയും വേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട. പ്രാർത്ഥിക്കുകയും വേണ്ടെന്ന് അത്ര അങ്ങോട്ട്. അതാണ് ഉറപ്പ്. ഇത് അതാണ് ഉറപ്പ്. ഉറപ്പതാണ്. അതിനൊരു ഇച്ചിരി ഗ്രാവിറ്റി കൂട്ടി പറയുന്നത് എന്തുകൊണ്ടാണെന്നാ എൻ്റെ സംശയം. ഗ്രാവിറ്റി കൂട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ വേണ്ട. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അടിമത്വത്തിൻ്റെ പ്രാർത്ഥനയിലാണ് വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഫൗണ്ടേഷൻ എന്താണ്? ഉണ്ടെന്നാണോ, ഇല്ല എന്നുള്ള ഫൗണ്ടേഷനിൽ നിന്നാണോ, ഉണ്ട് എന്നുള്ള ഫൗണ്ടേഷൻ? ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല എന്നുള്ള ഒരു അടിസ്ഥാനത്തിൻ്റെ നിന്നാണ് പ്രാർത്ഥന വരുന്നത്, അല്ലേ? അതെ. എപ്പോഴാണ് മനുഷ്യന് ഇല്ല എന്ന് തോന്നി തുടങ്ങിയത്? അത് ഏതെങ്കിൽ പിന്നെ പഴം പറിച്ചു തിന്നു കഴിഞ്ഞു, പഴം തിന്നപ്പോഴത്തേനാണ് അവർക്ക് തോന്നിയത് ഇല്ല എന്ന്. പക്ഷേ അവർ ഇല്ല എന്ന് തോന്നുന്നതിന് മുൻപേ അങ്ങനെ തന്നെയായിരുന്നു. ഇല്ല എന്ന് തോന്നപ്പം തുടങ്ങിയപ്പോഴും അവരങ്ങനെ തന്നെയായിരുന്നു. അതെ, ഒരു വ്യത്യാസമില്ലായിരുന്നു. ദൈവം നോക്കിയപ്പോൾ ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇവൻ്റെ സംസാരത്തിലാണ് ഇവ മാറിയതായിട്ട് അറിഞ്ഞത്. അല്ല, ദൈവം നേരത്തെ അറിഞ്ഞു കാണും, പക്ഷെ അത് വിസിബിൾ ആയി വരുന്നത് സംസാരത്തിലാണ്. ദൈവത്തിന് അറിയാം, ഇതെല്ലാം അറിയാം. ബട്ട് വിസിബിളായിട്ട് വന്നപ്പോൾ അപ്പം ദൈവം ചോദിച്ചത് എന്നോട് എന്തോ ചോദിച്ച്, നിന്നോട് ഇത് ആരാണ് പറഞ്ഞത്? Who told you this? അപ്പം ഇല്ല എന്ന ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദൈവത്തിന്റെ ഉത്തരം എന്തായിരിക്കും? ഇല്ല എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ ഉത്തരം എന്തായിരിക്കും? എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് വീട് പണിയണം അന്ന് ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവം എന്തായിരിക്കും പറയുന്നത്? ആ ദൈവം മാറിയോ? സെയിം യെസ്റ്റർഡേ ടുഡേ. അപ്പം ആ ദൈവം എന്തായിരിക്കും ചോദിക്കുന്നത്? ആരാ നിന്നോട് പറഞ്ഞ ഇല്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞ? പുത്രൻ പിതാവിൻ്റെ അവകാശത്തിൽ നിന്നാണ് തിന്നുന്നത്. കറക്റ്റ്. ഉള്ളതിൽ നിന്നാണ് തിന്നുന്നത്. കറക്റ്റ്. ദാസൻ അധ്വാനിച്ചാ തിന്നുന്നത്, ചോദിച്ചാ തിന്നുന്നത്. പുത്രൻ്റെയും ദാസൻ്റെയും പ്രാർത്ഥന വ്യത്യാസമുണ്ട്. ദാസൻ ചോദിച്ചാലേ കിട്ടത്തുള്ളൂ, എടുത്തു കഴിക്കാൻ പറ്റത്തില്ല. പുത്രന് അവകാശമാണ്, എടുത്തു കഴിക്കാം. അവൻ്റെ അടിസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അടിമയുടെ അവസ്ഥ, ദാസൻ്റെ അവസ്ഥ, എൻ്റെ കയ്യിലില്ല, എൻ്റേതല്ല, എനിക്കൊന്ന് തരണമേ എന്നുള്ളതാണ്. ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്, ഒരേ യജമാനൻ്റെ രണ്ട് വ്യക്തികളാണ്. ഇവൻ ദാസനുമാ, ഇവൻ പുത്രനുമാ. പുത്രൻ ഒരിക്കലും ഇല്ല എന്ന് ചിന്തിക്കാൻ പോലും പോകത്തില്ല. കാരണം അപ്പൻ്റെ ഒരു യാചനയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരിക്കൽ പറഞ്ഞു, റോമാലേഖനത്തിൽ പറയുന്നത്, ഒരു വിശ്വാസി ഏറ്റവും ബലഹീനമായി കാണുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു വിശ്വാസി ഏറ്റവും ബലഹീനമായിട്ട് കാണുന്നത്, അവനെ ബലഹീനമായിട്ട് കാണുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കുമ്പോൾ. റോമലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ യഥാപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയായ കൊണ്ട്
നിങ്ങളുടെ ബലഹീനത കണ്ടിട്ട് തുണ നിൽക്കാൻ ബലഹീനത കണ്ടിട്ട് എപ്പോഴാണ് ബലഹീനത കണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ തക്ക പ്രകാരം പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാണ്ട് ഇല്ല 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 എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് യാചിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും ബലഹീനമായിട്ട് കാണുന്നത് ആ സമയത്താണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചൊന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേ ബലത്തോടെ ഭയങ്കര തീയോടെ സിംഗം വരുന്ന പോലെ ഇതൊക്കെ പറഞ്ഞ് സിംഗം വരുന്ന പോലെ വരുന്നത്. പരിശുദ്ധാത്മാ പറയുക പൊട്ടൻ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ട് പരിശുദ്ധാത്മാവ് ഞാനൊരു ഇതിൽ പറയുക, പരിശുദ്ധാത്മാവ് കർത്താവേ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കരുത്. കർത്താവേ പറഞ്ഞൊന്നും കേൾക്കരുതേ. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയാണ് തക്ക അവനെ സഹായിപ്പാൻ ജനക്കങ്ങളുടെ ഭാഷകളിൽ അവന് ഇവന് വേണ്ടിയിട്ട് അല്ലേ. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഇത് കണ്ടിട്ട് ബലഹീനത കണ്ടിട്ട് പുള്ളിയുടെ ഭാഷയിൽ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതിന്റെ അർത്ഥം കർത്താവേ ഇതൊന്നും കേൾക്കരുതേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നല്ലേ. സത്യം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ദാസന്റെ പ്രാർത്ഥനയാണ്. പക്ഷേ കർത്താവിനെ കുറിച്ച് ഒരിക്കൽ എനിക്ക് വാക്യം കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, എന്നാലും പ്രാർത്ഥനയാലും അഭയാചനയാലും യാചനയാലും എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട് ഇല്ലേ? സകലതും സ്തോത്രത്താലും അഭയാചനയാലും കർത്താവിന് സമർപ്പിപ്പിൻ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ചോദിച്ചതെല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അത് കവിയുന്ന സമാധാനമാണ്. എന്തുകൊണ്ട്? സകല ബുദ്ധിയെയും കവിയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന അവിടെ പറഞ്ഞു നിങ്ങളെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്തെ നൽകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നീ ചോദിച്ചല്ല തരുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ചോദിച്ചല്ല ഏതിരുന്ന ഈ ദാസ്യത്തിൽ മനസ്സിലായി. സകലൊന്നും ചോദിച്ചു തരുന്നോണ്ട് ഈ ബുദ്ധിന്നാ അവൻ പറഞ്ഞത്. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം. അപ്പം അത് നമുക്ക് പോരാ. നമ്മളത് വല്ലതും മതിയോ നമുക്ക്? പുള്ളി അതേ തരത്തുള്ളൂ. ചോദിക്കുന്നൊന്നും പുള്ളി തരത്തില്ല. പുള്ളി തരുന്നത് ഈ ബുദ്ധിയിൽ ഇനി ചോദിക്കാതിരിക്കാനുള്ള ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം തരും. അപ്പോൾ അത് നമുക്ക് താല്പര്യമില്ല. അത് നമുക്കതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് പോരല്ലോ. പിന്നെ പ്രശ്നം കിടക്കുക. ആ പ്രശ്നം ഈ പുത്രത്വത്തിൽ തീരും എന്നുള്ള അറിയത്തില്ല. അജ്ഞതയാണ് വിഷയം. ഇത് നമ്മളിപ്പോഴും ഈ പറഞ്ഞ ഒരേ വീട്ടിൽ ദാസന്റെ അവസ്ഥയിലാണ് നമ്മൾ. ചോദിച്ചാലേ കിട്ടത്തുള്ളൂ, ചോദിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ എനിക്കുണ്ട്, അവിടുന്ന് എനിക്ക് കഴിക്കാൻ പറ്റും, എനിക്ക് കിട്ടും എന്നുള്ളൊരു ഇതിന് ഈ പറഞ്ഞ രണ്ടൊരു ഫെയ്ത്തും ബിലീഫ് എന്ന് പറയും. ബിലീഫ് എന്ന് പറയുന്നത് രണ്ട് കാര്യം ഇംഗ്ലീഷിലാണ് ഉള്ളത്. തന്നെ ഇത് വേർഡ്സ് കന്നഡത്തിൽ നോർമൽ ലാംഗ്വേജിലുണ്ടോയെന്ന് എനിക്കറിയാം. ബിലീഫ് എന്ന് പറയുന്നത് കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നതാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കുന്നതാണ്. സാധാരണ നോർമലി ഉള്ള ഈ പറഞ്ഞ ലോകത്തിലെ എല്ലാ റിലീജിയനിലും ഉള്ളത് ബിലീഫാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്കും ഉള്ളത് ബിലീഫാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഏതിൻ്റെ മേലുള്ള ഉറപ്പാണ്. അതിന് സാധാരണ പഴയ നിയമത്തിൽ രാജ്യങ്ങളിൽ അവർക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ. അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാജാവ് ജീവിക്കണം, രാജാവ് ദീർഘായുസ് ആയിട്ട് ജീവിക്കട്ടെ. കാരണം രാജാവ് ജീവിച്ചാൽ രാജാവ് നീണാൾ വാഴട്ടെ. രാജാവ് ജീവിച്ചാൽ ഞങ്ങൾ ഓക്കെയാവും. ഇപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലും അവിടെ എല്ലാം രാജാക്കന്മാരുണ്ട്. രാജാക്കന്മാരുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എത്ര 99 കിളവനായാലും രാജാവിൻ്റെ ഫോട്ടോ ഇപ്പോൾ 45 വയസ്സുള്ള രാജാവിൻ്റെ ഫോട്ടോയെ കാണത്തുള്ളൂ. സത്യം. കാരണം എന്താ?
രാജാവ് രാജാവ് ആരോഗ്യത്തോടെ ഇരിക്കണം. ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പാ കൊടുക്കുന്നത്, ജനത്തിൻ്റെ കൊടുക്കുന്നത്. അതുതന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞപ്പം പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ബിക്കോസ് ഐ ലീവ് യു ലീവ്. ഇപ്പൊ പുത്രന്റെ ഉറപ്പെന്താ? അപ്പനുണ്ടെന്നുള്ളതാണ് ഉറപ്പ്. അപ്പം പുതിയ നിയമത്തിൽ അത് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം കരുതിയിട്ടുണ്ട്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചിട്ടില്ല. അപ്പം ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ അതേ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ 2:5 ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ മഹത്വത്തിനായിട്ടാണ് ദൈവം മുൻനിയമിച്ച നമ്മുടെ മഹത്വത്തിനായിട്ട് ദൈവം മുൻനിയമിച്ചിട്ടുള്ളതാണ് മർമ്മമായിട്ട് ബൈബിള് പറയുന്നത്. നമ്മളെക്കുറിച്ച് ദൈവം വലിയ കാര്യങ്ങൾ, വലിയ വലിയ പ്ലാനുകളാണ് ദൈവത്തിന് ഉള്ളത്. ഇപ്പം ദൈവം നമ്മളെക്കുറിച്ച്, സാമ്പുടിച്ചതിനെ കുറിച്ചുള്ള പ്ലാന് എഴുതി വച്ചിരിക്കുക. 10ാം ക്ലാസ് തോറ്റുപോയി ആ പരിപാടി തീരുമോ? ഇല്ല. മഹത്വത്തിൻ്റെ പ്ലാന് ജഗത് ഉത്പത്തിക്കുന്ന മുന്നേ, എന്താ പറയുന്നത്, ജനിക്കുന്നതിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ യുഗങ്ങൾക്ക് മുൻപേ നമ്മുടെ മഹത്വത്തിനായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പം മഹത്വത്തിനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് 10ാം ക്ലാസ് തോറ്റുപോയി തീർന്നു പോവോ? ഇല്ല. എൻ്റെ ഒരു ബിസിനസ് നഷ്ടപ്പെട്ടു പോയാൽ തീർന്നു പോവോ? എന്നെ ഒരാളെ കളിപ്പിച്ച് കഴിഞ്ഞാൽ തീർന്നു പോവോ? എന്നെക്കുറിച്ചുള്ള മഹത്വത്തിൻ്റെ പ്ലാന് അത് വന്നേ വരും. അത് പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ പുത്രത്വത്തിൻ്റെ ആ സ്പിരിറ്റ് ഉണ്ടാകണം നമുക്ക്. അടിമത്വത്തിൻ്റെ ഉണ്ടായെങ്കിൽ എന്താവെന്ന് പറഞ്ഞാൽ ഓരോ അടി കിട്ടുമ്പോഴും നമ്മളെന്താ തകർന്നു പോകത്തേ ഉള്ളൂ, നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പോൾ സാറേ, നമ്മൾ ഈ നമ്മുടെ ആളുകളെല്ലാം പ്രാർത്ഥിക്കുക, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എനിക്ക് ഇന്നത് തന്നു എന്ന് പൊതുവിൽ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം അടിമത്വത്തിൽ നിന്നുള്ള പ്രാർത്ഥനയല്ലേ ഈ നടത്തുന്നത്. ദൈവം പ്രാർത്ഥന കേട്ട് കൊടുക്കുന്നു. അത് പുത്രത്വത്തിൻ്റെ അവകാശത്തിലല്ലേ? അല്ല. പുത്രത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ നിലവിളിയോ ഒന്നും അവിടെ ഇല്ല. യേശു പബ്ലിക്കായിട്ട് ഒരിക്കൽ ലാസറസിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ അപ്പൻ ഞാൻ പറയുന്ന പ്രാർത്ഥനകളെല്ലാം കേൾക്കും എന്ന് എനിക്കറിയാം. ഇവരറിയണം, എനിക്കറിയാം എന്നാണ് പറയുന്നത്. ഐ നോ ദറ്റ് മൈ ഫാദർ ഹിയർ മൈ പ്രയർ. എനിക്കറിയാം എൻ്റെ അപ്പൻ ഞാൻ പറയുന്ന പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് ഇവരറിയേണ്ടതിന് ലാസറസ് എഴുന്നേറ്റുവാ. ഫസ്റ്റ് അവനോട് തന്നെയാണ് പറയുന്നത്, എൻ്റെ അപ്പൻ ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം കേൾക്കും എന്ന് എനിക്കറിയാം. അപ്പം പ്രാർത്ഥനയിലെ ഈ പുത്രത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു, എന്താ പറയുക, നമ്മുടെ ഒരു ബലവും രഹസ്യവും എന്ന് പറയുന്ന സാധനം. പുത്രൻ ഉള്ളതിൽ നിന്നാണ് കഴിക്കുന്നത്. ഇവൻ ആ ദാസൻ ഇല്ല എന്ന് പറഞ്ഞ് ചോദിച്ചാണ് എടുത്ത് കഴിക്കുന്നത്. ഞാനൊരു പൊട്ടച്ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അതായത് എൻ്റെ അപ്പനെല്ലാം ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ കാര്യം തന്നെ എടുക്കും. സാറിന് വീടില്ല. അത് മോളുടെ വിവാഹത്തോടനുബന്ധിച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വർഷമാണെന്നോ എന്നാന്നോ നമുക്കറിയത്തില്ല. ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുക. ആക്ച്വലി മകനല്ലേ, അപ്പം ഈ അപ്പനത് തരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? എടുത്താൽ പോരെ നമുക്ക്. ദൈവരാജ്യത്തിൽ ഒരു പെർഫെക്റ്റ് വില്ലും ഉണ്ട്, ഒരു പെർമിസീവ് വില്ലും ഉണ്ട്. 2 ഹിതങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയും. ഒന്ന് പെർഫെക്റ്റ് വില്ല്, ഇനി ഒരെണ്ണം അനുവദിക്കപ്പെടുന്ന ഹിതം. ഒന്ന് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ
കൃത്യം ദൈവം ഒരുക്കിയത് അതുപോലെ ഒരുക്കിയ ഹിതം. അതിന് എക്സാമ്പിൾ ഉത്തരമായിട്ട് കൊടുക്കാവുന്നത് ഹെസക്യാവിൻ്റെ ജീവിതത്തിലാണ്. നീ മരിക്കും, പെർഫെക്റ്റ് വില്ലായിരുന്നു. അതെ, അന്ന് മരിച്ചിരുന്നെങ്കിൽ അവൻ്റെ മാനം കാക്കായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ നാണക്കേടുകൾ എത്രയോ ഒഴിവാക്കായിരുന്നു. തീർച്ചയായിട്ടും ചോദിച്ചു മേടിച്ച പെർമിസീവ് വില്ലുള്ള 15 വർഷം ആ കാലത്ത് അവന് മകനുണ്ടായി. എല്ലാം നശിച്ചു പേര് കെട്ടു. മരിക്കുമ്പം ഒന്നും ഇല്ലാത്ത ഒരു ഇലയില്ലാത്തവനായിട്ട് മരിക്കേണ്ടി വന്നു. അപ്പം ഈ പെർഫെക്റ്റ് വില്ലിൽ ഹാഗാർ പെർഫെക്റ്റ് വില്ല, അതെ, ലേറ്റായിരുന്നു. നമുക്ക് ഈ ക്ലോക്കിലെ സമയം പ്രശ്നം. ദൈവത്തിന് സമയം വിഷയം. ദൈവത്തിന് ഈ ക്ലോക്കല്ല. നമുക്കാണ് ഈ നമ്മുടെ ഈ ശരീരം ഉള്ളവർക്കാണ് ഈ ക്ലോക്ക് ഭയങ്കര പ്രശ്നം. ആയില്ലല്ലോ, അയ്യോ സമയം ആയില്ലല്ലോ, ഇത്ര വയസ്സായല്ലോ, മുടി നരച്ചല്ലോ, ഇതൊക്കെ ഈ ക്ലോക്കിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഈ ക്ലോക്കല്ല ദൈവം വർക്ക് ചെയ്യുന്ന ക്ലോക്ക്. നമ്മളുടെ അപ്പം പല പ്രാർത്ഥനകളുടെയും മറുപടികൾ നമുക്ക് ലഭിക്കുന്നത് ഇസ്മായേലിന് കിട്ടുന്ന പോലെ. നമ്മൾ പിടിച്ചു നിർത്തി. ഞാൻ പിടിച്ചു വെച്ചാൽ എനിക്ക് വീട് പണിതെടുക്കാനായിട്ട് എനിക്ക് 2 വർഷം മതി. നീറ്റായിട്ട് എനിക്ക് വീട് പണിതെടുക്കാം. അതേ ഉദ്ദേശം വെച്ചുകൊണ്ട് ഞാനൊരു 2-3 വർഷം കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ എനിക്ക് നീറ്റായിട്ട് വീടെടുക്കാം. ഞാനിപ്പം സഭയ്ക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപ സ്ഥലം എടുത്തിരിക്കുന്നത്. അത് വേറെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എനിക്ക് എടുത്തിരുന്നെങ്കിൽ നീറ്റായിട്ട് വീട് പണിതെടുക്കായിരുന്നു. അതല്ല, ഇനി ഒരു ചിന്തിച്ചാൽ 2 വർഷം കൊണ്ട് എനിക്ക് ഇനി വീടെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 50 ലക്ഷം രൂപ കൊടുത്ത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റോ കിട്ടും, 50 ലക്ഷം രൂപ കൊടുത്ത് വീട് എടുക്കാമെന്ന് വയ്ക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ എന്തൊക്കെ കേടുകളുണ്ടെന്നുള്ളത് നമുക്ക് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. പെർമിസീവ് ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് വില്ലിലല്ല അത് വരുന്നു. അല്ല, നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ ദൈവത്തോട് വാശി പിടിക്കുമ്പോൾ അത് പെർമിസീവ് ഇല്ല. ദൈവം അനുവദിക്കുന്നത്. കാരണം അവൻ്റെ ആ നിലവിളിയും അവൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലും ഒക്കെ കാണാൻ പറ്റുന്നത് മുടിയനായ പുത്രൻ ചോദിച്ചപ്പോൾ കൊടുത്തതുപോലെയുള്ള കൊടുക്കുന്നതാണ്. അത് മിക്കവാറും നാശത്തിനാണ് കാരണമാണ്. അത് ഓൾമോസ്റ്റ് മിക്ക ഈ ഫാമിലി ലൈഫ്, കല്യാണം കഴിക്കുമ്പോഴത്തെ പ്രശ്നങ്ങൾ പെർഫെക്റ്റ് വില്ലല്ല എങ്കിൽ പെർമിസീവ് വില്ലിൽ വന്നിട്ടുള്ളതെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും ഫാമിലി ലൈഫിൽ. അതൊരു സാർ ഒന്നും കൂടെ വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. സാധാരണ ഈ മെയിനായിട്ട് കാരണം ഇവിടുത്തെ സിസ്റ്റം ജനിക്കുമ്പോൾ തന്നെ കൊല്ലുക എന്നുള്ളതാണ് അവൻ്റെ സിസ്റ്റം. ഒന്നുകൂടെ വിശദീകരിച്ച്. നമ്മൾ പിശാച് എന്നല്ല, ഞാൻ പിശാചെന്ന് പറയത്തില്ല, പിശാചല്ല നമുക്കുള്ളത്. വേൾഡ് ഈ പറഞ്ഞ ലോകത്തിൻ്റെ ഒരു സിസ്റ്റം. ഈ സിസ്റ്റമാണ് എൻ്റെ ശത്രു, എൻ്റെ പുത്രത്വത്തിൻ്റെ ശത്രു ഈ സിസ്റ്റമാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ ഒറ്റ പരീക്ഷണമേ ഉള്ളായിരുന്നു അവന്. എന്തായിരുന്നു? യേശുവിനെ എന്നാ പറഞ്ഞാൽ പരീക്ഷിച്ചത്? ഇതെല്ലാം തരാം, അല്ല വീണ് നമസ്കരിച്ചാൽ, അല്ല വണങ്ങിയാൽ, നീ പുത്രനാണെങ്കിൽ ഓക്കെ, നീ പുത്രനാണെങ്കിൽ ഇത് ചെയ്യും. അപ്പോൾ യേശു എന്നാ പറഞ്ഞു? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വചനത്തിൽ ഇത് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം പുത്രനാണെങ്കിൽ ഏതിലേ നിൽക്കത്തുള്ളൂ? കേട്ട ശബ്ദത്തിലേ നിൽക്കത്തുള്ളൂ. ഇപ്പൊ പുത്രനായ പറയും എനിക്കിപ്പോൾ മോളുടെ കല്യാണം കഴിക്കുമ്പോൾ വീട് മതി. അതല്ല, പുത്രത്വത്തിൽ ഇതാണ് എൻ്റെ ടെംപ്റ്റേഷൻ അവിടെയാണ് കിടക്കുന്നത്. പുത്രനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മൊത്തം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രക്ഷിക്കപ്പെടുന്ന അന്ന് തൊട്ട് തുടങ്ങും. എണ്ണാൻ തുടങ്ങും. നീ കല്യാണം കഴിച്ചപ്പോഴത്തേക്കിന്, ചർച്ചിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന്, ചർച്ചിലെ ബിലീവേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, ഇതിലെല്ലാം വരുന്ന പോരാട്ടം പുത്രനാണോ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അനേകരെന്ത് ചെയ്യും? ജനിക്കുമ്പോൾ തന്നെ കൊല്ലും. എങ്ങനെയാ? ഹിതമല്ലാത്തതിനെ എടുത്ത് ജീവിതത്തിലൂടെ ഇടും. പിന്നെ തീർന്നില്ലേ? ലൈഫ് പിന്നെ കംപ്ലീറ്റ്ലി പോയി. പലരുടെയും ജീവിതം കാണുമ്പോൾ നമുക്ക് അങ്ങനെ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
നിങ്ങളൊക്കെ പണ്ട് തൊട്ടേ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ്ഡ് ആകുന്നതാണ്. അപ്പം നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ പുത്രനാണോ എന്നുള്ളതിൻ്റെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എപ്പോഴും തെളിയിക്കേണ്ടത് അതാണ്. അത് മാസത്തിലൊന്നുമില്ല, എവറി സെക്കൻഡ് ആർ യു എ സൺ. നിന്റെ വിഷയത്തിൽ നീ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് വേണ്ട അന്ന് പറയാൻ നമുക്ക് ഗട്ട്സ് ഉണ്ടോ? സാധിക്കണം. നമുക്കത് ആ ഒരു ലെവലിൽ നമ്മൾ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അതാണ്. അപ്പം യേശുവിനുള്ള പരീക്ഷ അത് പറയുന്നത് 3 വട്ടം ശ്രമിച്ചു കഴിഞ്ഞിട്ട് യേശു പിന്നെ വചനത്തിൽ ആശ്രയിക്കുന്ന കണ്ടുകൊണ്ട് അവിടെ പറയുക, ഇനി അവൻ ഒരിക്കൽ അവസരം കിട്ടുന്നത് വരെ ഇനി അവനെ ശല്യപ്പെടുത്തിയില്ല. അപ്പം നമ്മളെ ഈ ജീവിതത്തിൽ ഇതാ വരുന്നത്, നമ്മൾ പിന്നെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിൽ ആശ്രയപ്പെടും. എനിക്ക് വീട് വേണമെന്ന് പറയുമ്പോഴത്തേന് എൻ്റെ മോളുടെ വയസ്സായി ആകുമ്പോഴത്തേന് എനിക്ക് കിട്ടും. അന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് അങ്ങനെ ഒരു വചനത്തിൽ ആശ്രയിക്കാനോ റേമ വേർഡിലോ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അവനെന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് അകന്നു പോകും. കാരണം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലായി മാറിയത്. മനസ്സിലായി. അപ്പം പുത്രത്വം എന്ന് പറയുന്നത് ഫെയ്ത്ത്, അപ്പോൾ നമ്മുടെ വിശ്വാസം വളരുന്നത് ഈ കേട്ട് അനുസരിക്കുമ്പോഴാണ്. ഞാൻ യേശുവിൽ പണ്ടെങ്ങോ വിശ്വസിച്ചു ദൈവം ചെയ്യും എന്ന് പറയുന്ന വിശ്വാസമല്ല. ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വചനം കേൾവിയാലാണ്. കേൾവി ബൈ ഹിയറിങ്, റീഡിങ് അല്ല. വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ല, അവിടെ പറയുന്നത് വിശ്വാസം കേൾവിയാലും, വായിച്ചതിനോടല്ല, വിശ്വാസം കേൾവിയാല. അപ്പോൾ കേൾവിയാലെന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതിയതിൻ്റെ അല്ല അവിടെ പറഞ്ഞു വരുന്നത്. പുതിയ അല്ലെങ്കിൽ ആരോ ശബ്ദം പറയുന്നതാണ്, ശബ്ദം നമ്മൾ കേൾക്കുന്നതാണ്. അവൻ വിശ്വാസം കേൾവിയാല വരുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഉറപ്പ്. ഇപ്പോൾ എനിക്ക് വീട് കിട്ടുമെന്നുള്ളതിന് ഉറപ്പെന്താ? ഒരു ബാങ്കും അല്ല. എനിക്ക് വീട് കിട്ടുമെന്നുള്ള ഉറപ്പ് എൻ്റെ മോള് വളർന്നാൽ മതി എന്നുള്ളതാണ് എൻ്റെ വീടിൻ്റെ ഉറപ്പ്. അപ്പം അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പം നമുക്ക് ഏത് ഭ്രാന്തും ചെയ്യാൻ പറ്റും. അടിസ്ഥാനമില്ലാത്ത രീതിയിൽ ഈ ലോകത്തിൻ്റെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് എടുത്തു വെക്കാൻ പറ്റും. ജീവിതത്തിൽ അനേകരുടെ വരുന്നത് ഈ പിടിച്ച് മേടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഈ പെന്തക്കോസ്ത് ഓളത്തിലുണ്ട്. പെർഫെക്റ്റ് വില്ലിനെ പെർമിസീവ് വില്ലാക്കി മാറ്റിയിട്ട് അത് ഇവൻ ജോലികൾ ഒരു ഹിതവുമില്ലാതായിരിക്കും. ചിലപ്പോൾ അമേരിക്കയ്ക്കും ഒക്കെ പോകുന്നത്. ഇവിടെയൊക്കെ ഏറ്റവും നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരാണ്. അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടു ചർച്ചിൽ 5-6 പാസ്റ്റർമാരാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ലൈഫ് നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് അവിടെ പോയാൽ എന്തോ ആകും, എന്തോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പോയതാ. പക്ഷേ ഇവിടെ നല്ല ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന സഭയുണ്ടായിരുന്ന പാസ്റ്ററുകൾ, കുറ്റം പറയുകയല്ല, ബട്ട് ചില സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇതൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. കാരണം എനിക്കിപ്പോൾ എത്രയോ വട്ടം അവിടെയൊക്കെ അമേരിക്കയ്ക്ക് പോകാം, ഇപ്പോൾ ചർച്ചകളിലൊക്കെ ചാൻസ് കിട്ടിയതാണ്. നമുക്കിത് വേണ്ട. ഇവിടെ നമുക്ക് കുത്തിയിരിക്കാൻ സമയമില്ല. ഇവിടെ നമുക്ക് ഓടി നടന്ന് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ എനിക്ക് സമയമില്ല. ഞാനിതിനെ പോയി അവിടെ പോയി ചുമ്മാ ഇരിക്കണ്ടേ? അപ്പം ഈ സൺഷിപ്പ് എന്ന് പറയുന്നത് കേൾക്കുന്ന വചനം നമ്മൾ കേട്ട് നടക്കുന്ന ഒരു ലൈഫിലേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് പറയാൻ നെക്സ്റ്റ് ലെവലിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ശരീരത്തിലാണോ ആത്മാവിലാണോ എന്നറിയത്തില്ല. ശരീരത്തിലാണോ ശരീരമില്ലാതെയാണോ എന്നറിയത്തില്ല. ആ ഒരു സ്പിരിച്വൽ എലം എന്താണ്? ശരീരത്തിലാണോ ശരീരമില്ലാതെയാണോ എന്ന് പറഞ്ഞാൽ ശരീരമില്ലാണ്ട് തന്നെ എനിക്ക് സാധിക്കും, സ്പിരിറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ. അതൊക്കെ ക്രിസ്ത്യൻ ഇതിൻ്റെ അകത്ത് റെലംസ്. അതൊക്കെ അതിൻ്റെ അടുത്ത് പോലും ആരും പോകാത്തതും തൊട്ട് നോക്കാത്തതായിട്ടുള്ള റിലംസ്. അതൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവർ പറയും അതൊക്കെ കൾട്ടാന്ന് പറയും. അതൊക്കെ ബൈബിളിലുള്ളതാണ്. ഫിലിപ്പിനെ ശരീരത്തോടു കൂടിയാണ് എടുത്തുകൊണ്ട് പോയത്. അതെ, ഷണ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതും തിരിച്ച് പട്ടണത്തിലേക്ക് കൊണ്ടുവന്നത് ശരീരത്തോടു കൂടി. എന്തുവായിരുന്നു? വാട്ട് ഈസ് ദാറ്റ്? ശരീരത്തോടു കൂടി ഒരു മനുഷ്യനെ
ഒരു സ്ഥലത്തിന് പേര് പിന്നെ അവനെ അസ്തോദിൽ കണ്ടു. ആ റെലം എന്തുവാ? ഇപ്പോഴും ഈ പറഞ്ഞ സൺഷിപ്പിന്റെ റെലം ഭയങ്കരമായിട്ട് കിടക്കുവാണ്, ഓപ്പണാകാതെ കിടക്കുവാണ്. ആ സൺഷിപ്പിന്റെ ഇതിൽ വരുമ്പോഴാണ് നമുക്ക് അധികാരവും, നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് പിന്നെ ഒരു വീട്ടിൽ ഒരു യജമാനൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ മകന് ഉള്ള അധികാരം പോലെ എന്ത് അധികാരം ഈ അവിടുത്തെ ഏതവനോ ഈ കുഞ്ഞിനെ കണ്ട നമസ്കരിക്കും. അപ്പം നമ്മുടെ മേലുള്ള അധികാരം വെളിപ്പെടണമെങ്കിൽ ആ പുത്രത്വത്തിൻ്റെ വെളിപ്പാടാണ്. പൂർണ്ണതയിലേക്ക് നമ്മൾ ഈവൻ ദൂതന്മാർ നമുക്ക് സേവിക്കാൻ തുടങ്ങുന്നത് ഈ പുത്രത്വത്തിലേക്ക് കയറുമ്പോഴാണ്. ദൂതന്മാർ നമ്മളെ സേവിക്കാന്ന് പറയുമ്പോൾ ഈ ദൂതന്മാരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷെ നമ്മൾ സ്പിരിറ്റിൽ, നമ്മൾ ആത്മമനുഷ്യനല്ലേ. ആത്മമനുഷ്യനിൽ ആത്മമണ്ഡലത്തിലല്ലേ ദൂതന്മാരുള്ളത്. അപ്പോൾ നമുക്ക് ഈ ദൂതന്മാരെ കാണാം. 100% ദൂതന്മാരെ കാണാമെന്ന് പറയുന്നത്, പത്രോസ് ജയിലിലായിരുന്നു. തിരിച്ച് പ്രാർത്ഥിക്കുന്ന മേരിയുടെ വീട്ടിൽ വന്നു. അപ്പം റോദ കഥക് തുറന്ന് നോക്കിയിട്ട് പുള്ളിക്കാരത്തെ അടച്ചിട്ട് തിരിച്ചു പോയി. എന്നാ പറഞ്ഞ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പത്രോസ് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അപ്പം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവന്മാരെന്തോ പറഞ്ഞ്, പത്രോസിനെ വിടുവിക്കണേ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെന്തോ പറഞ്ഞ്, നിനക്ക് വട്ടാന്ന്. അല്ലല്ല, അത് ചിലപ്പം പത്രോസിന്റെ ദൂതനായിരിക്കും. ആ റെലം അവർക്ക് അറിയായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പത്രോസിന്റെ ദൂതനായിരിക്കും ചിലപ്പോൾ അത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പറയുമോ? നമുക്ക് അതിനെ കുറിച്ച് ഐഡിയയും ഇല്ല. ദൂതന്മാർ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വരും. ദൂതന്മാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് കൽപ്പിക്കാൻ, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയാം. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം ഓപ്പൺ റെലം ദൂതന്മാരുമായിട്ടുള്ളത്. അതുകൊണ്ട് ആ റോമലേഖനത്തിൽ പറയുന്നത്, ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളല്ലയോ, നമ്മളെ സേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ദൂതന്മാർ. അതുകൊണ്ട് യേശു പറയുന്നത്, ഞാനിപ്പോൾ കൽപ്പിച്ചാൽ ഒരു ലഗ്യോൻ ദൂതന്മാർ ഇറങ്ങി വരികയാണെങ്കിൽ. സത്യം. അത് ഇപ്പം പുത്രൻ എന്നുള്ള, അല്ല, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ അത് വേറൊരു തലത്തിലേക്ക് പൗലോസ്, പത്രോസ് ആയിരുന്നെങ്കിൽ വിട്, പൗലോസ് പുതിയ വിശ്വാസിയാണ്. പടക് എല്ലാം കൂടെ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കള്ളന്മാരാലുള്ള ആപത്ത്, കടലിലുള്ള ആപത്ത്, ഈ കരയിലുള്ള ആപത്ത്, ഇങ്ങനെ ഇതെല്ലാം അനുഭവിച്ചു. ആ സമയത്തൊന്നും ഈ ദൂതന്മാരെ കൊണ്ട് ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യിപ്പിക്കാൻ പൗലോസ് ഒന്നും ശ്രമിക്കാൻ ഞാൻ തോന്നി. അതൊക്കെ ഓരോ രീതിയിൽ അവനെ പഠിപ്പിക്കുന്ന ഓരോ സിസ്റ്റംസ് ആയിരുന്നു. അതൊക്കെ അവനെ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പം ആ പടകിലുണ്ടായിരുന്ന സമയത്ത് അവനെ വിട്ടിട്ട് പരിപാടി തീർത്താൽ മതിയായിരുന്നു. പക്ഷേ അതിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി അവനെ രക്ഷിക്കണമെന്നുള്ള എക്സ്പീരിയൻസ് ഇത് അതാണ് സംഭവം. അവൻ്റെ ജീവിതത്തിൽ പൗലോസ് പുതിയൊരു ബിലീവറാണ്. അവന് മാത്രമല്ല, ഇപ്പം മെലിത്ത ദ്വീപിൽ ചെല്ലുമ്പോൾ കയ്യിൽ അണലി തൊടുന്നു, അത് ആ ദേശത്തെ മുഴുവൻ സ്പർശിക്കാനുള്ള ഒരു വഴിയാണ്. പക്ഷെ അതിനകത്ത് ദൂതന്റെ കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്, പൗലോസ് ഒരു പുതിയ ബിലീവറാണ്. അവന് വരെ ദൂതനെ കുറിച്ചുള്ളൊരു വെളിപ്പാടുണ്ട്. തീർച്ചയായിട്ടും. അവൻ പറയാം, ഇന്നലെ രാത്രി ഒരു ദൂതൻ എന്നോട് വന്ന് സംസാരിച്ചു, ഈ പടകിലുള്ള ഒരാൾ പോലും മരിച്ചു പോകത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. അപ്പം ഈ റിലം നമ്മുടെ ചർച്ചിൻ്റെ അകത്ത് ഇറങ്ങണം. അത് എന്താ പറയുന്നത്, കേട്ടാൽ വിശ്വസിക്കും, വിശ്വസിച്ചാൽ കേട്ടതുപോലെ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളവർക്ക് പറയത്തുള്ളൂ. കാരണം ഈ ശബ്ദം പന്നികൾക്ക് ഇട്ട് കൊടുക്കത്തില്ല. ഈ ശബ്ദം കേട്ടാൽ ചെയ്യും, അതുപോലെ തന്നെ ചെയ്യുമെന്ന് അറിയാവുന്ന ഒരാളുടെ അടുത്തേ ശബ്ദം പറയത്തുള്ളൂ. ഇപ്പം പല സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇന്നലെ രാത്രി പാസ്റ്റർ എൻ്റെ സ്വപ്നത്തിൽ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. കേട്ടിട്ടില്ല സാക്ഷികൾ? അത് പാസ്റ്ററല്ല, ദൂതനാണ്. അറിയത്തില്ലെന്നുള്ള, എക്സ്പീരിയൻസ് ഇല്ലെന്നുള്ളത്. അവർക്ക് ആകെപ്പാടെ
പറയാൻ പറ്റുന്നത് ഇങ്ങനൊരു പ്രാർത്ഥന ചെയ്യാൻ സാധ്യതയുള്ള പാസ്റ്ററാണ്. പാസ്റ്ററിന്റെ വേഷത്തിലുള്ള ദൂതന, മേ ബി അതുമായിരിക്കാം. പാസ്റ്ററിന്റെ ദൂതന്മാരുടെ പല ഗണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് മനുഷ്യവേഷം എടുക്കുന്ന ദൂതന്മാരുണ്ട്. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു അവൻ ചിലപ്പം ദൂതനായിരിക്കുന്നു, പത്രോസിന്റെ വേഷമുള്ള ദൂതനായിരിക്കും എന്നാ പറയുന്നത്. അല്ലേ? അങ്ങനെ പത്രോസ് ദൂതനായിരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പത്രോസിന്റെ വേഷം എടുത്ത് വന്നിട്ടുള്ള ദൂതനായിരിക്കും എന്ന് അവിടെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം പറയുന്നത് അപ്പോൾ മനുഷ്യവേഷം എടുക്കുന്ന ദൂതന്മാരുണ്ട്. മനസ്സിലായി. അവരാണ് ഈ രാത്രികളിൽ പോയി ചിലപ്പോൾ പലവട്ടം പ്രാർത്ഥിക്കുകയും ആശുപത്രിയിലുള്ളപ്പോൾ അയ്യോ രാത്രി വന്ന് പാസ്റ്ററിനെ പ്രാർത്ഥിച്ചു, ഞാൻ അപ്പോഴേ വിടുതലായി. ദൂതനാണ്. അപ്പോൾ ദൂതന്മാരുടെ ഏറ്റവും വലിയ ശുശ്രൂഷ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഒരു വലിയൊരു ഏഞ്ചലിക്കും നമ്മൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് പക്ഷേ ഏഞ്ചലോളജി ഡീപ്പ് സ്റ്റഡിയാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ ആ ഒരു ലെവലിൽ ഇടപെടുകയും ചെയ്യേണ്ടവരാണ്. പക്ഷെ നമ്മളത് എക്സസൈസ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു തലം വിട്ട് ആണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ ഇതിലൊക്കെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കണം, ഈ പറഞ്ഞ ശബ്ദത്തിലാണ് കിടക്കുന്നത്. അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല, ഉണ്ട്. ഉള്ളത് ഏതിൻ്റെ അകത്താ? അപ്പൻ്റെ കയ്യിലെ ശബ്ദത്തിലാണ് ഉള്ളത്. അപ്പൻ്റെ ശബ്ദമാണ് എൻ്റെ ഇൻഹെറിറ്റൻസ് എന്ന് മനസ്സിലാവും. ഈ ശബ്ദത്തിലാണ് എൻ്റെ ഉള്ളത് എന്നുള്ളൊരു അടിസ്ഥാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ലെവൽ മാറി. യെസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രിയ വിനോദ് ചാക്കോ നമുക്ക് തന്നിരിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട്, നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വളരുന്നതിനെക്കുറിച്ച്, ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ഒരിക്കലും അത് ഒരു ദാസൻ്റെ നിലവാരത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ പിതാവിനോട് ചോദിക്കാതെ തന്നെ നമുക്ക് അവകാശപ്പെട്ടത് എടുക്കുവാൻ നമുക്ക് അർഹതയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പല തലങ്ങളുണ്ട്. അദ്ദേഹം നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. വിനോദ് ചാക്കോ പാസ്റ്റർ അടുത്ത മാസം, അതായത് മെയ് മാസത്തിൽ 2 ദിവസം കേരളത്തിൽ 2 സ്ഥലത്ത് നേരിട്ട് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അതിന് അവസരം ഉണ്ടാകുകയുള്ളൂ. ഒരു 100 പേരടങ്ങുന്ന ഒരു 2 ചെറിയ മീറ്റിങ്ങുകൾ, ഒരു ഫുൾ ഡേ പ്രോഗ്രാം, രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 5 മണി വരെയുള്ള പ്രോഗ്രാമുകൾ, ഒന്ന് തിരുവല്ലയിൽ വെച്ചും ഒന്ന് തൃശ്ശൂരിൽ വെച്ചും നടക്കുന്നതാണ്. അതിൻ്റെ ഡേറ്റ് പിന്നീട് ഹല്ലേലൂയ ന്യൂസിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ പ്രവേശനം ഉണ്ടാകുകയുള്ളൂ. താല്പര്യമുള്ളവർ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക. മെയ് മാസത്തിലായിരിക്കും 2 ദിവസം, തൃശ്ശൂരും തിരുവല്ലയിലും. ഓക്കെ. പാസ്റ്റർ, താങ്ക് യു. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.